നമസ്കാരം. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾ കുറേ നാളായി നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് എപ്പോൾ വരുമെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രണയമോ അല്ലെങ്കിൽ ഒരു ചെറിയ വിജയമോ അല്ലെങ്കിൽ ഒരു പുതിയ അനുഗ്രഹം കുറേ കാലമായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോൾ നടക്കുമെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. ഈ റീഡിങ്ങിന് വേണ്ടി നമുക്ക് 3 കാർഡുകൾ എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാർഡ് നിങ്ങളുടെ പാസ്റ്റാണ്, അതായത് നിങ്ങളുടെ ഭൂതകാലം, നിങ്ങൾ എന്തിലൂടെയാണ് കടന്നു വന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ പ്രസൻറ്റ്, അതായത് പ്രസൻറ്റ് സിറ്റുവേഷൻ, നിങ്ങളിപ്പോൾ അറ്റ് പ്രസൻറ്റ് എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ ഫ്യൂച്ചറാണ്, അതായത് ഡിവൈൻ ടൈമിംഗ്, എപ്പോഴാണ് ഇതെല്ലാം നടക്കുക എന്നുള്ളത്. നിങ്ങൾ പാസ്റ്റിൽ സ്വയം വളർന്നു വന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസൻറ്റിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് 7 ഓഫ് വാൺസ് ആണ്. നിങ്ങളിപ്പോൾ അറ്റ് പ്രസൻറ്റ് പോരാടുകയാണ്. നിങ്ങൾക്കുള്ളത് സംരക്ഷിക്കാനും ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് അതിനെ രക്ഷിക്കാനും പിന്നെ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനും ബുദ്ധിമുട്ടുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ കാണുന്നത് വ്യക്തതയും ബുദ്ധിയോടും കൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയെയാണ്. അതായത് കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അറ്റ് പ്രസൻ്റ് ഉള്ള ഈ സിറ്റുവേഷൻ, അതായത് ഈ 7 ഓഫ് വാൺസ് എന്ന സിറ്റുവേഷൻ, അത് നിങ്ങളുടെ ഒരു പരീക്ഷണ ഫേസാണ്. അതിലൂടെ കടന്നുപോയാൽ മാത്രമേ നിങ്ങളിലേക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ വരുള്ളൂ. അതായത് ക്വീൻ ഓഫ് സോർട്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ ഈ സ്റ്റേജിലൂടെ അറ്റ് പ്രസൻറ്റ് നിങ്ങൾ കടന്നു പോയേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹം വിത്തിൻ മന്ത്സ്, അതായത് 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും.